ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. മാഷാ അല്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ബീറ്റർ ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലുള്ള ഫ്രൈ പാനിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സീബ്ര കേക്കിൻ്റെ റെസിപ്പിയാണ്. പക്ഷേ സീബ്ര കേക്കിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ, ഈ സീബ്ര കേക്ക് വന്ന ഒരു വഴിയുണ്ട്. അതായത് ഒരു കഥ, എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊക്കെയുള്ളൊരു കഥ, ഒരു കുഞ്ഞിക്കഥ, പെട്ടെന്ന് നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു രസമുള്ള ഒരു കുഞ്ഞിക്കഥ. അപ്പോൾ ഈ സീബ്ര കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും കാണാം, അതിനോടൊപ്പം തന്നെ എൻ്റെ ഈ കുഞ്ഞിക്കഥ കൂടി കേൾക്കാം. അപ്പോൾ ഇനിയുള്ള ഇതുപോലുള്ള കഥകളും വീഡിയോസൊക്കെ കാണാനായിട്ട് ആ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും കമൻറ്റ് ബട്ടണും ഒക്കെ എല്ലാം അങ്ങോട്ട് പ്രസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, എന്നാലേ നമുക്ക് ഇത് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. 2 കോഴിമുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കുക. അത് മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തോളൂ. കറണ്ട് പോയതുകൊണ്ട് ഞാൻ മിക്സി ഇല്ലാതെ ബീറ്റർ ഉപയോഗിച്ചു. ഈ ഒരു വിധിട്ടിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാര എടുക്കണം. ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ ഉപയോഗിക്കാം അതായത് പൊടി എടുക്കുന്നത്, അതേ ഗ്ലാസ്സിൽ ഒരു 1.25 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചെടുത്തോളൂ. അതെടുത്തിട്ട് നമുക്ക് ഈ ഒരു 3 ബാച്ചായിട്ട് ചേർത്തൊന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് മിക്സിയിലാണെങ്കിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ആ സമയം അതിനകത്തേക്ക് വാനില എസൻസ് 1 സ്പൂൺ ചേർത്തിട്ട് അടിച്ചെടുക്കുക. അത് അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത ആ കപ്പിൻ്റെ അളവ് അനുസരിച്ച് ഒരു 3/4 കപ്പ് ഓയിൽ കൂടി, സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം കഥ കേൾക്കണ്ടേ? കഥയും ഞാനിതിനിടയിലൂടെ പറയാം കേട്ടോ. പണ്ട് ഒരു ഉൾനാടൻ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. കുറച്ച് ഉള്ളിലായിട്ടുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു കുഞ്ഞിക്കുട്ടിയും ഒരു അമ്മയും ഉണ്ടായിരുന്നു. അതായത് ചെറുപ്പത്തിലെ തന്നെ അച്ഛനൊക്കെ നഷ്ടപ്പെട്ടിട്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു അമ്മയും മോനും. പക്ഷേ ഈ അമ്മയും മോനും ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അവരുടെ കഥയിൽ ഒരു സംഭവമുണ്ട്. അതായത് ഈ മോന് കാലിന് സുഖമില്ല, വയ്യാത്തൊരു കുട്ടിയാണ്, ഒരു പാവം കുട്ടി. അപ്പോൾ ഈ കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ ഈ കുട്ടിയെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നിരുന്നത്. എന്താ പറയുക, അറിയാൻ പറ്റുമല്ലോ, അച്ഛനൊക്കെ ഇല്ലാതെ ആകുമ്പോൾ ഒരു കുടുംബത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് അവർ കഴിഞ്ഞു പോകുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ കഥയിൽ നിന്ന് വിട്ട് മാറിയിട്ട് നമ്മൾ കേക്കിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 3/4 കപ്പ് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് കൂടി വേണം കേട്ടോ, പാല്. അപ്പോൾ അതും ഇതുപോലെ നമ്മൾ ബൗളിലേക്ക് ഒഴിച്ച മുട്ടയിലേക്ക് കുറച്ച് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ ആ കപ്പിനനുസരിച്ച് 2 കപ്പ് നമ്മുടെ മൈദ, അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്പൂണ് നമ്മുടെ ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറോട് ചേർത്ത് കൊടുക്കണം. ഒരു നുള്ളുപ്പ്. പിന്നെ അറിയാലോ, നമ്മൾ കേക്ക് മിക്സ് ചെയ്യുന്നത് പോലെ 3 ബാച്ചായിട്ട് നമുക്കിതുപോലെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ നാട്ടിൽ ജീവിച്ചിരുന്നത്. അങ്ങനെ കുറച്ച് നാളിങ്ങനെ പോകുന്ന സമയത്ത് കുഞ്ഞ് പഠിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഒരു സ്കൂളിലൊക്കെ പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. കഷ്ടപ്പെട്ടിട്ട് അമ്മ അതായത് തോളിലിരുത്തിയിട്ടാണ് ഈ കുഞ്ഞിനെ കൊണ്ട് സ്കൂളിലാക്കുന്നത്. അതിന് ശേഷം അമ്മ ജോലിക്കൊക്കെ പോകും. അങ്ങനെ കഷ്ടപ്പെട്ട രീതിയിലാണ് അവരുടെ ജീവിതം ഇങ്ങനെ കടന്നു പോയിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു അയൽ ഗ്രാമത്തിൽ സീബ്ര ഉണ്ടെന്ന്, അതായത് ഒരു എന്താ പറയുക, നമ്മുടെ ഇവിടത്തേക്ക് കാഴ്ച ബംഗ്ലാവ്, അന്ന് കാഴ്ച ബംഗ്ലാവൊന്നും ഇല്ലല്ലോ, പക്ഷെ അവിടെ ഒരു സീബ്ര ഉണ്ട്. അതിനെ കാണാനായിട്ട് ആ നാട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ പോയിട്ട് സീബ്രനെയൊക്കെ കണ്ടിട്ട് സീബ്രനെ കണ്ട കഥകളും കാര്യങ്ങളും ഒക്കെ ഈ കുട്ടിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് കൂടെയുള്ള കൂട്ടുകാരും അതുപോലെ തന്നെ വീടിനടുത്തുള്ള കൂട്ടുകാരും, അങ്ങനെ പലവരും അങ്ങനെ പറഞ്ഞ് ഈ കഥ നമ്മുടെ കുഞ്ഞിൻ്റെ ചെവിയിലും എത്തി. കാലിന് വയ്യാത്ത കുട്ടിയാണല്ലോ, ആ കുട്ടിയുടെ ചെവിയിലും എത്തി, അതുപോലെ തന്നെ ആ കുട്ടിയുടെ അമ്മയുടെ ചെവിയിലും എത്തി. അങ്ങനെ ഇരിക്കെ ആ സ്കൂളിൽ നിന്ന് ഒരു പിക്നിക്ക് പോലെ പോകുന്നു. അതായത് നമ്മുടെ അയൽഗ്രാമത്തിലുള്ള നമ്മുടെ ഈ ഒരു സീബ്രനെ കാണാനായിട്ട് കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നു. അപ്പോൾ അതേ കഥയിൽ നിന്ന് നമുക്ക് നേരെ കേക്കിലേക്ക് വരാം. അപ്പോൾ കേക്ക് നമുക്ക് പകുതിയായിട്ട് 2 പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് ആ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ 2 സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക, മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോകുന്നു. പക്ഷേ ഒത്തിരി ദൂരം നടന്നിട്ട് വേണം. അയൽഗ്രാമത്തിലേക്കല്ലേ, അന്ന് ഇതേപോലെ വണ്ടിയും ഒന്നുമില്ല, ബസ്സില്ല, കാറില്ല, ഒന്നുമില്ല. അപ്പോൾ ഒത്തിരി കുട്ടികളായിട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അയൽഗ്രാമത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കാൽനട വഴി വേണം പോകാൻ. ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം നടന്നാലേ ഇവർക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അന്നത്തെ സംഭവം അനുസരിച്ച് ഈ കുഞ്ഞിന് നടന്ന് പോകാനുള്ള പറ്റില്ല. പിന്നെ ഈ കുഞ്ഞിനെ ഇത്രയും മണിക്കൂറോളം അമ്മക്ക് തോളിലിരുത്തി കൊണ്ടുപോകാനും പറ്റില്ല. അപ്പോൾ മോന് ഭയങ്കര പ്രയാസമായി. പക്ഷെ അമ്മേനോട് ഇങ്ങനെ പറയുമ്പോൾ അമ്മക്ക് സങ്കടമാകുമെന്ന് ഓർത്തിട്ട് കുഞ്ഞിങ്ങനെ പറയാതിരുന്നു.
പിന്നെ അവൻ ഒറ്റയ്ക്ക് റൂമിൽ പോയിരുന്ന് ദൈവത്തിനോട് ഇങ്ങനെ പറയുകയാണ്, ദൈവമേ എനിക്ക് കാലിന് നടക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാനും ഇന്ന് അവരുടെ കൂടെ പോകുമായിരുന്നു, എനിക്കും എന്താ പറയുക നമ്മുടെ സീബ്രനെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു, എനിക്ക് വയ്യാത്തതുകൊണ്ടിട്ടല്ലേ ഞാനിന്ന് ഒറ്റപ്പെട്ടു പോയത്. അവൻ്റെ ഒരു വിഷമമായിരുന്നേ അത്. അപ്പോൾ ഇതിങ്ങനെ ആലോചിച്ചിരിക്കുന്ന ടൈമിൽ കുഞ്ഞിൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് ഒരു തുള്ളി കണ്ണുനീരിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വന്നപ്പോൾ കണ്ടു തൻ്റെ മോനിങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആവാനായിട്ട് നമുക്കൊരു ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം, അതായത് നിങ്ങൾ എന്താ പറയുക നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ എടുത്തോളൂ കട്ടിയുള്ളത്. അതിനകത്ത് കുറച്ച് എണ്ണ തൂക്കിയിട്ട് ഓയിൽ തൂക്കി കൊടുത്തിട്ട്, ഒരുപാട് ഓയിൽ ആകരുത്, അപ്പം മുരിഞ്ഞതുപോലെ വരും. ജസ്റ്റ് ഇങ്ങനെ തൂക്കി കൊടുത്തിട്ട് ഒരു സ്പൂൺ നമ്മുടെ വൈറ്റ് കൂട്ട്, അതിന് മുകളിലായിട്ട് ഒരു സ്പൂൺ നമ്മുടെ ബ്രൗൺ കൂട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഈ കുട്ടിൻ്റെ കരച്ചിൽ കണ്ടിട്ട് അമ്മ ചെന്ന് ചോദിച്ചു. അപ്പോൾ കൊച്ചിന് പറയാൻ സങ്കടമായി. അപ്പോൾ കൊച്ചിനോട് കുറേ നിർബന്ധിച്ചപ്പോൾ അമ്മക്ക് കാര്യം പിടികിട്ടി, ഇങ്ങനെ പോണ കാര്യമൊക്കെ കിട്ടി. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇതേപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതേപോലെ ഒരു സ്പൂണോ ഒരു എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴേ ഈ ഒരു കറക്റ്റായിട്ടുള്ള സംഭവം കിട്ടുള്ളൂ. അപ്പോൾ കുഞ്ഞിൻ്റെ വിഷമം കണ്ടപ്പോഴേക്കും അമ്മയ്ക്ക് കാര്യമൊക്കെ മനസ്സിലായി. അപ്പോൾ എന്താണ് അമ്മയെ സീബ്ര എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞ് ചോദിച്ചു. അപ്പോൾ കുഞ്ഞിന് സീബ്ര എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അമ്മ ഉണ്ടാക്കി കൊടുത്ത ഒരു കേക്കാണ് നമ്മുടെ ഈ സീബ്ര കേക്ക്. അതായത് ഇതേപോലെ രീതിയിലാണ് സീബ്ര ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അമ്മ ഉണ്ടാക്കി കൊടുത്ത രീതി. അപ്പോൾ സീബ്ര എന്താണ്, ഏത് രൂപത്തിലാണ് എന്നുള്ളതൊക്കെ ഒരു ഏകദേശ രൂപം വെച്ച് അമ്മ റെഡിയാക്കി കൊടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിക്കഥ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേ കഥ പറഞ്ഞു തീർന്നപ്പോഴേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള സീബ്ര കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനൊന്ന് കട്ട് ചെയ്യാം. കണ്ടില്ലേ, കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം പഞ്ഞി പോലത്തെ കേക്കാണെന്ന്. കണ്ടില്ലേ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയണ, എൻ്റെ ഈ കുഞ്ഞി കഥയും അതുപോലെ തന്നെ ഈ സീബ്ര കേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കുക. താങ്ക്